കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഒരു പുതിയ വിദ്യാലയത്തിലേക്ക്, ഹൈടെക് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നിനടുത്തുള്ള മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. ക്ഷേത്രങ്ങളും എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ളൊരു വിദ്യാലയമാണ് ഒതേമാടം UP സ്കൂൾ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഹൈടെക് എന്ന് പറയുന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ താങ്ക് യു കേട്ടോ. ശരി ടാറ്റ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഒതേമാട് UP സ്കൂളിൽ വെച്ചിട്ട് ചിത്രീകരിക്കാൻ പോകുന്ന ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇമേജ് മൊബൈൽ കിസുമായിട്ട് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒതേമാടം UP സ്കൂളിലാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ശരിക്കും ഒരു ഹൈടെക് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയ ഒരു വിദ്യാലയം. ഏതാണ്ട് 160-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മനോഹരം നല്ല പഠിത്തമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ഏത് പാട്ടായാലും കുഴപ്പമില്ല. ഇന്ന പാട്ട് വേണമെന്നൊന്നുമില്ല. ഏത് പാട്ടായാലും. റെഡി 1 2 3 സ്റ്റാർട്ട്. വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യയെ വന്ദിപ്പിൻ വരദയെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യയെ വന്ദിപ്പിൻ വരദയെ എത്രയും തപശക്തി പൂണ്ടജമകന്യനു സത്രാജിത്തിനു പണ്ട് സഹസ്രൻ പോലെ പശ്ചിമരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത വിശ്വൈക മഹാരത്നമല്ലേ
ഉത്തരങ്ങളും ഞാൻ തരാം. ഓക്കെ, ജി കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ ചോദ്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുക. സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഈ ഒരു കപ്പലുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ഇത് കാണാൻ വേണ്ടി യാത്രകൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർ നമ്മളൊക്കെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആരാണ്, ഏത് കപ്പലാണെന്നുള്ളതാണ് ചോദ്യം. ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. ടൈറ്റാനിക്. ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം വയലിൻ അറിയാലോ, വയലിൻ. വയലിന് എത്ര തന്ത്രികളുണ്ടെന്നുള്ളതാണ് ചോദ്യം. എത്ര കമ്പികൾ, അതായത് 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ, എത്ര കമ്പികൾ? മനസ്സിലായില്ലേ? വയലിൻ വായിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിലെത്ര തന്ത്രികളുണ്ടെന്നുള്ളതാണ് ചോദ്യം. വയലിന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വയലിൻ എന്ന് പറയുന്നതിൽ, ആ ഇൻസ്ട്രുമെൻറ്റിൽ എത്ര, ഡിസ്കസ് ചെയ്തോളൂ. 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? ഒരു വയലിൻ എത്ര തന്ത്രികളുണ്ട്? 4 തന്ത്രികളാണ് വയലിനുള്ളത്. പറഞ്ഞിരിക്കുന്നത് 4 തന്ത്രികളാണ് ഈ ഒരു വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, 2, 3, 4, 5 എന്നുള്ള സംശയമായിരുന്നു. പറഞ്ഞിരിക്കുന്നത് 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 എന്നുള്ളത് റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം, ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കുക എല്ലാവരും. കണ്ണൂരിലെ ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള വലിയൊരു ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഇനി ഞാനൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കും. ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ബമ്പർ സമ്മാനം തരാം. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു ബമ്പർ സമ്മാനം. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കും. 3ാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുന്നോ? 3ാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, 3rd റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. 4 ഓപ്ഷൻ ഉണ്ട്.
അടുത്തോട്ട് നിൽക്ക് എല്ലാവരും നിൽക്ക്. പറഞ്ഞിരിക്കുന്നത് ലോകത്താദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം ഏതെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് വൃക്കയാണ് ലോകത്തിൽ ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം എന്നാണ് പറയുന്നത്. ഹാർട്ടുണ്ട്, കരളുണ്ട്, നേത്രഗോളമുണ്ട്. നേത്രഗോളം ഞാൻ അങ്ങോട്ട് മാറ്റി കളഞ്ഞു. ബാക്കി 3 ഓപ്ഷൻ വൃക്ക, കരൾ. വൃക്കയാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം എന്നാണ് പറയുന്നത്. വൃക്ക എന്നുള്ളത് റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. എന്ത് വേണം, ഇതിന് അടിപിടിയൊന്നും കൂടാൻ പാടില്ല. കൃത്യമായിട്ട് ടീച്ചറെ കയ്യിൽ കൊടുത്തിട്ട് കൃത്യമായിട്ട് ഒന്ന് വീതിച്ചെടുത്ത് വെച്ചേക്ക്. ഓക്കെ, ബാക്കി വരുന്നത് ടീച്ചർക്കും കൊടുത്തേ. ഓക്കെ, അപ്പോൾ ടാറ്റ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ മുത്തേ. ഇമേജ് മൊബൈൽ കിസുമായിട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒതയംമാടം UP സ്കൂൾ. സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. സ്കൂളിൻ്റെ പിറകിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്, ഒതയംമാടം ക്ഷേത്രം. ഓക്കെ, ഇവിടെ നല്ല മനോഹരമായിട്ട് കുളവും എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം. പേരെന്താണ്? ആദിനാഥ്. സുഖമായിരിക്കുന്നു ആദിനാഥേ? എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? വീട്ടിലെല്ലാം നല്ല തന്നെ. പേരെന്താണ്? വേദ. സുഖാണോ? വേദ കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? പാട്ട്, ഡാൻസ് എന്തൊക്കെയാണ്? പാട്ട്. പേര് പറ. പ്രത്യൂഷ്. സുഖാണോ പ്രത്യൂഷ്? മുമ്പോട്ടേക്ക് വാ. എവിടെയാണ് സ്ഥലം? എവിടെയാണ് പ്രത്യൂഷിന്റെ? ഇതിന്റെ അടുത്ത് തന്നെയാണോ? ഓക്കെ, വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു? ഓക്കെ, പേര് പറ. നിവേദ്യ. എവിടെയാണ് സ്ഥലം? ഇതിന്റെ അടുത്ത് തന്നെയാണ്. മുന്നേ എവിടെ തന്നെയായിരുന്നോ പഠിച്ചത്? പേരെന്താണ്? അനയ് കൃഷ്ണ. പാട്ട് പാടുമോ? നല്ല ചിരിയാണല്ലോ അനയിന്റെ. സുഖമായിരിക്കുന്നു അനയ്? ഓക്കെ, ആരൊക്കെയാ വീട്ടിലുള്ളത്? വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചി, 2 അനിയന്മാര്, പിന്നെ വല്യമ്മ. ഓക്കെ, ശരി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ടീം ലീഡറായിട്ട് ആരാണ് നിൽക്കുന്നത്? ഒരു ലീഡർ എന്നുള്ള രീതിയിലായിരുന്നു നിൽക്കുന്നത്. അനയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അനയ് ഒരു 3 റൗണ്ടിലെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ സമ്മാനം തരാം. ഓക്കെ, അറിയില്ലെങ്കിൽ നമ്മൾ ആ ഗെയിം അവിടെ വെച്ച് നിർത്തും. ഡിസ്കസ് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാം. ഓക്കെ, 4 ഓപ്ഷനും തരാം. ഓരോ ചോദ്യത്തിന് 4 ഓപ്ഷനും തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. ഒരു 4 ജീവികളുടെ പേര് ഞാൻ പറയാം. ഒരു 4 ജീവികൾ. ഇതിൽ ഏത് ജീവിയാണ് കണ്ണുകൾ അടക്കാതെ ഉറങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. കരടിയാണോ, തേനീച്ചയാണോ, മയിലാണോ, മത്സ്യമാണോ? മത്സ്യമാണ് കണ്ണുകൾ അടക്കാതെ ഉറങ്ങുന്നത്. ഉറപ്പാണ്, ഒരു മാറ്റമില്ല. അതായത് ഏത് ജീവിയാണ് കണ്ണുകൾ അടക്കാതെ ഉറങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് മത്സ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്സ്യം എന്നുള്ളത് റൈറ്റ് ആൻസർ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കണ്ണൂർ കാൽടെക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇമേജ് മൊബൈൽ
നിലക്കുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഒന്ന് ഡിസ്കസ് ചെയ്യൂ, ആലോചിച്ചിട്ട്. മരിച്ചാൽ ആദ്യം നിലക്കുന്ന അവയവം വൃക്കയാണോ